പൃഥ്വിരാജ് നായകനായി വൈശാഖ് സംവിധാനം ചെയ്ത ഖലീഫ കണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് പറയുന്നത് എന്റെ മാത്രം വ്യൂ ആണ്. നിങ്ങളുടെ വ്യൂ എന്താണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം. സിനിമ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ലൊരു പ്ലോട്ടാണ്. സിനിമയ്ക്ക് വേണ്ടത്ര ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഹൈപ്പിനൊത്ത സാധനം നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയിട്ടില്ല. ക്ലൈമാക്സിന് മുന്നേ വരെ സിനിമ ഇങ്ങനെ കയറി ഇറങ്ങി പോകുമായിരുന്നു. പക്ഷെ ലാസ്റ്റ് 10 മിനിറ്റ് കൊണ്ട് സിനിമ ഈ ഒരു ലെവലിലോട്ട് എത്തിക്കും. കാര്യം അത്രയും നേരം ഒരു ആവറേജ് ലെവലിലോട്ട് തോന്നിയ ഒരു സിനിമയാണ് ലാസ്റ്റ് 10 മിനിറ്റ് കൊണ്ട് കത്തിച്ചിട്ട് പോകുന്നത്. ഇതിലൊരു ക്യാമിയോ ഉണ്ട്. ക്യാമിയോ ആരാന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഒരു ക്യാമിയോ വന്നതിന് ശേഷം സിനിമയിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് ഉണ്ട്. എന്ന് വെച്ചാൽ ആ സിനിമയിൽ പൃഥ്വിരാജ് മൊത്തം നോക്കിയിട്ട് നടക്കാത്ത ഒരു സാധനമാണ്, ഒരു ഇമ്പാക്ട് ആണ്. ലാസ്റ്റ് ഒരു 10 മിനിറ്റിൽ പുള്ളി ഒന്ന് ചെയ്തിട്ട് പോയത്. പുള്ളിയുടെ കൂടെ വേറൊരാളും ഉണ്ട്. അയാൾ അടിപൊളിയാണ്, വേറെ ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിക്ക് വലിയ ഡയലോഗൊന്നുമില്ല. പുള്ളി സിമ്പിൾ ആയിട്ട് വരും, കുറച്ച് പരിപാടി ആയിരിക്കും, പോവും. പൃഥ്വിരാജിന് വേണ്ടത്ര രീതിയിൽ ഒരു മാസ് എലിവേറ്റ് ചെയ്യാനായിട്ട് സിനിമയിൽ സാധിച്ചിട്ടില്ല. മെയിനായിട്ട് എനിക്ക് അതിന്റെ ഒരു കുറവായിട്ട് തോന്നിയത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. ഒരു സിനിമയിൽ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു സിനിമയ്ക്ക് ഒരു ഇമ്പാക്ട് തരുന്നതെന്ന് നമ്മൾ DC കണ്ടപ്പോൾ മനസ്സിലാക്കിയാണ്. ആ ഒരു സാധനം നമുക്ക് ഇവിടെ ഇല്ല. ഇവിടെ സീൻ ഒരു വഴി, ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറൊരു വഴിയാണ്. ഒരു ചേസ് സീൻ ഉണ്ട്, കിട്ടിലും ഷൂട്ടുകളൊക്കെ തന്നെയാണ്. പക്ഷെ അവിടെ യൂസ് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറൊരു വഴിയിലും ഈ പറയുന്ന ഷൂട്ട് വേറൊരു വഴിയിലാണ് പോകുന്നത്. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. എന്തൊക്കെയാ വാരിയിട്ട് അടിക്കുന്ന പൊട്ടിക്കുന്ന കണക്കത്തെ സൗണ്ട് ഒക്കെയാണ്. ഒരു രസം തോന്നില്ല, ആസ്വദിക്കാനായിട്ട് പറ്റില്ല സീൻ. അതുപോലെ ഈ സിനിമയിൽ കിട്ടിലെ ഒരു സ്കോർ ഉണ്ടായിരുന്നു. പക്ഷെ അത് വേണ്ടത്ര രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല. ഒരു ആവറേജ് ലെവലിൽ ഇങ്ങനെ പോയിട്ട് പെട്ടെന്നൊരു ഹൈ തരുന്ന ഒരു സിനിമയാണ്. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഉള്ളത് കമന്റ് ചെയ്യുക. ഓണം ആര് തൂക്കുന്നു ചോദിച്ചാൽ നാളെ ബെത്ലഹേം യൂട്യൂബ് കണ്ടിട്ട് പറയാം.